Hello everyone, welcome to Ingzi Diaries. Please subscribe and like. Thank you. Do you confused where to start is journaling? എന്നാൽ വന്നേ നമുക്ക് ഒരുമിച്ച് തുടങ്ങിയാലോ. ഞാനൊരു സീക്രട്ട് പറയട്ടെ. ജേർണലിംഗ് ഇസ് നോട്ട് അബൌട്ട് ബീങ് പെർഫെക്റ്റ്. വലിയ വലിയ കാര്യങ്ങൾ എഴുതണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇറ്റ്സ് അബൌട്ട് ബീങ് റിയൽ. നമ്മുടെ ചിന്തകളും നമ്മുടെ ഇഷ്ടങ്ങളും എഴുതാനും പിക്ചറൈസ് ചെയ്യാനുമുള്ള ഒരു സ്ഥലം. അതാണ് ശരിക്കും ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാനിന്ന് എൻ്റെ ഫസ്റ്റ് പേജാണ്, എൻ്റെ ഡയറിയിലെ ഫസ്റ്റ് പേജാണ് ജേർണലിംഗ് ചെയ്യാൻ പോകുന്നത്. ജേർണലിങ്ങിന് സത്യം പറഞ്ഞാൽ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഈസ് എ മസ്റ്റ് തിങ് ഫോർ ജേർണലിംഗ്. സത്യം പറഞ്ഞാൽ ഞാനൊരു കൺസിസ്റ്റൻ്റായ ആളൊന്നുമല്ലായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം ഇങ്ങനെ ഡയറിയിലൊക്കെ എഴുതാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ അതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാനാണ് ഞാൻ ജേർണലിങ്ങിലേക്ക് വന്നത്. നമുക്ക് എന്തും എഴുതാം, നമ്മൾ ജേർണലാണ്, നമ്മൾ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പേജ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിന് അതിനെ ഡെക്കറേറ്റ് ചെയ്യുക, ഡിസൈൻ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനായിട്ട് എൻ്റെ പേര്, ഈ ഡയറിക്ക് ഞാൻ കൊടുത്ത പേര് ഇങ്സി തന്നെയാണ്, എൻ്റെ ഇങ്സിയാണത്. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്സി എന്നുള്ള പേര് കട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്തു. ഞാൻ ജേർണലിംഗ് ചെയ്യാൻ വേണ്ടി കുറേ സ്റ്റിക്കേഴ്സ് വാങ്ങിക്കുകയും കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ടോ നിങ്ങൾ, എൻ്റെ വീട്ടിൽ കിട്ടിയൊരു ഇൻവിറ്റേഷൻ കാർഡാണ്. അതിനെ കണ്ടപ്പോൾ, അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാനതിന് ജേർണലിങ്ങിന് വേണ്ടി മാറ്റി വെച്ചതാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ജേർണലിങ് ചെയ്യാനിങ്ങനെ കുറേ സ്റ്റിക്കേഴ്സൊന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ ചുറ്റുപാടും കിട്ടുന്ന നമ്മളെ ന്യൂസ് പേപ്പേഴ്സ് വരെ നമുക്ക് എന്തെങ്കിലും ജേർണലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴെങ്കിലും ഒരു ജേർണലിങ് കൂടി ചെയ്യുന്നുണ്ട്. ജേർണലിങ് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള പഴയ പേപ്പേഴ്സ് ഉണ്ടാവും, പിന്നെ നമ്മുടെ അടുത്തുള്ള പഴയ സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും നമ്മുടെ ഓർമ്മക്കുറിപ്പുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് ജേർണലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ജങ്ക് എന്ന് പേരുണ്ടെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് നമ്മളുടെ ഒരു ആർട്ട് സ്പേസാണത്. നമ്മളുടെ തോട്ട്സും നമ്മളുടെ എന്താ പറയുക, അവിടെ അതിനൊരു റൂൾസൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് അവർ ക്രിയേറ്റിവിറ്റി. നിങ്ങൾക്കിപ്പോൾ ഒരു ജേർണലിംഗ് ചെയ്യണം താല്പര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ഡയറി കിട്ടിയാലേ ചെയ്യൂ എന്നുള്ള ഇതൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു നോട്ട് എടുക്കുക, അത് മാത്രം മതി. എന്നിട്ട് അതിൽ നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്താൽ, ലൈക്ക് ഹൗ ഡു വി ഫീൽ ടുഡേ, ഓർ യു ക്യാൻ റൈറ്റ് വാട്ട് മേഡ് മീ സ്മൈൽ ടുഡേ, ഓർ വാട്ട് ആം ഐ ഗ്രേറ്റ്ഫുൾ ഫോർ. ഒരു പെർഫെക്റ്റ് ഡേ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ. ഞാനൊരു ഫോട്ടോ സ്റ്റിക്ക് ചെയ്യാനും പിന്നെ അതിനടിയിൽ കുറച്ച് 2-3 മോട്ടിവേറ്റിംഗ് ലൈൻസ് ആഡ് ചെയ്യാനാണ് വിചാരിച്ചത്. ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് സ്റ്റിക്ക് ചെയ്യാൻ പേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. then I choose 3 lines, 3 motivating lines. Live, love and love. I choose this because we should live fully, love others and make ourselves and others happy. ദെൻ ഞാൻ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബട്ടർഫ്ലൈ കൂടെ അവിടെ സ്റ്റിക്ക് ചെയ്തു. ദെൻ എൻ്റെ കയ്യിലൊരു ഡോലി പേപ്പറും ഒരു ബ്രൗൺ പേപ്പറും ഉണ്ടായിരുന്നു. ഈ ബ്രൗൺ പേപ്പർ അധികവും എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ഉണ്ടാകുന്നൊരു പേപ്പറാണ്. പിന്നെ അത് ആ വൈറ്റ് പേപ്പറാണ് ഈ ഡോലി പേപ്പർ എന്ന് പറയുന്നത്. ഞാൻ ഈ ബ്രൗൺ പേപ്പർ കീറിയത് എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഒരു കോട്ടുണ്ട്, ഇംപെർഫെക്ഷൻ ഇസ് ബ്യൂട്ടി, മീൻസ് it makes something truly beautiful and unique.
ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു സ്റ്റിക്കറാണ്. ഞാനൊരു ചായ ലവറാണ് കേട്ടോ. എനിക്ക് ചായ ഒരുപാട് ഇഷ്ടം. സോ അതെനിക്ക് എന്തായാലും ഫസ്റ്റ് പേജിൽ വേണം നിർബന്ധമുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നിയൊരു ഭാഗമായിരുന്നു ഇത്. ഇവിടെ 4 സ്റ്റിക്കേഴ്സിലും ഏതാണ് ചൂസ് ചെയ്യാന്നുള്ളത് എൻ്റെ കൺഫ്യൂഷന്. ഞാൻ ഓരോന്നും എടുത്ത് അവിടെ പ്ലേസ് ചെയ്ത് നോക്കി, കുറച്ചുകൂടി ഏതാണൊന്ന് മാച്ചായിട്ട് വരിക എന്നുള്ളത്. അവസാനം ഞാൻ ചൂസ് ചെയ്തതാണ് ബുക്സിൻ്റെത്. അതെനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതായിരുന്നു. ബുക്സ് എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ഒരുപാട് റീഡ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ റീസെൻ്റ്ലി ഒരു ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. Then I wrote, "My story begins here. This is just the start. I want to achieve more and do great things in life. And I wanted to remember it all right here. One day I will look back and see how far I have come." By Ingzi. അവസാനം ഞാൻ എൻ്റെ ഫോട്ടോ സ്റ്റിക്ക് ചെയ്തു. ഏകദേശം എൻ്റെ ജേർണലിംഗ് വർക്ക് കഴിഞ്ഞു കേട്ടോ. എൻ്റെ പേജ് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിനി എന്തെങ്കിലും ജേർണലിങ്ങിനെ പറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ടൈപ്പ് ജേർണലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഈ ജേർണലിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയണം കേട്ടോ.